ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, നമുക്ക് ഒരു ദിവസം കൂടെ ഈ വിശുദ്ധ ദേവാലയത്തിൽ കടന്നു വരുന്നതിനും ധ്യാനിക്കുന്നതിനും ദൈവവചനം ഉൾക്കൊള്ളുന്നതിനും ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. എല്ലാം ദൈവം തമ്പുരാന്റെ കൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടെ ദൈവം തമ്പുരാൻ ആയുസ് കൂട്ടിത്തന്നിരിക്കുന്നു. എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, വേദനകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോ ജീവിത വ്യാപാരത്തിലും കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരെ ഭയപ്പെടണം? ദൈവം തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ ആരെ ഭയപ്പെടണം? നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും ദൈവസ്ഥനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. അണുബോംബിനേക്കാൾ ശക്തമായ ആയുധമാണ് പ്രാർത്ഥന. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ ആയുധം. നമുക്ക് ഹൃദയശുദ്ധീകരണം ഉണ്ടാകണം, അനുതാപം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം. ഈ ലോകത്തിൻ്റെ ദുഷ്ടതയെ ഓർത്ത് നാം അനുതപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നു തെറ്റുകുറ്റങ്ങളെ ഓർത്ത് നാം പശ്ചാത്തപിക്കണം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കണം. നുറുങ്ങിയ ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ, അനുതാപത്തോടെ, ആത്മനൊമ്പരത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് വചനം ഉൾക്കൊള്ളാം. ഇന്ന് പകൽക്കാലം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 2 വ്യക്തികളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ആയി 2 വ്യക്തികളെ. അവരുടെ ജീവിതം നമുക്ക് ഗുണപാഠമാണ്. ക്രിസ്തുവിനോട് നമ്മുടെ മനസ്സെങ്ങനെ പറ്റിച്ചേരണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പാടില്ല, എന്ത് ചെയ്യാം, വഴി കാണിച്ചു തരുന്ന 2 വ്യക്തികളാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള വേദഭാഗം 1 രാജാക്കന്മാർ 16-ാം അധ്യായം 18-ാം വാക്യം. ഒരു രാജാവിനെ കുറിച്ച് പറയുകയാണ്. ആ രാജാവ് ദുരന്തം വരുത്തി വെച്ചു. ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുത്തി വെക്കുന്ന അനേകർ ഇന്നുമുണ്ട്. മദ്യപാനത്തിലും ദുർമാർഗത്തിലും വെറുക്കൂത്തിലും മ്ലേച്ഛതയിലും ഒക്കെ ജീവിച്ച് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് കഠിന ഹൃദയരായി മ്ലേച്ഛതയിൽ മുഴുകി ജീവിക്കുന്ന അനേകരുണ്ട്. ദുരന്തം വരുത്തി വെച്ചു. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്ന വ്യക്തിയാണ് പുതിയ നിയമത്തിൽ. ഇവരിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്. 1 രാജാക്കന്മാർ 16-18. പട്ടണം പിടിപെട്ടു എന്ന് സിമ്രി കണ്ടപ്പോൾ രാജധാനിയുടെ
ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീ വച്ച് അതിൽ മരിച്ചു കളഞ്ഞു. ബൈബിൾ കാണുന്ന ഒരു ആത്മഹത്യാ കേസാണ് സിമ്രിയുടെ കഥ. ഒരു ആത്മഹത്യാ കേസാണ്. ഇന്നും ഭൂമിയിൽ ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ കൂടിക്കൂടി വരികയാണ്. സുഖലോലുഭതയിൽ ജീവിക്കുന്നവരും എല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നവരും നിരാശപ്പെട്ട് ഒടുവിൽ ജീവനെ വെടിയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വലിയ ബ്യൂറോക്രാറ്റുകൾ, ടെക്നോക്രാറ്റുകൾ, ലക്ഷക്കണക്കിന് രൂപ മാസം തോറും ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സിനിമാ താരങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കർഷക ആത്മഹത്യ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നതായിട്ടാണ് പത്രവാർത്തകൾ. ജീവിതത്തിൽ നിരാശയുടെ അനുഭവം ഉണ്ടാകും. സാമ്പത്തികമായി ഉയർന്നവരും താണവരും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അമിത മോഹങ്ങൾ ചിലപ്പോൾ ആത്മഹത്യക്ക് കാരണമാകും. അമിതമായ ആഗ്രഹങ്ങൾ, പക്വതയില്ലായ്മ, ക്ഷമയും സഹനശക്തിയും ഇല്ലായ്മ. മനുഷ്യജീവിതത്തിൽ ഒത്തിരി ക്ഷമ വേണം, സഹനശക്തി വേണം, പക്വത വേണം. വി നീഡ് ഇമോഷണൽ മെച്യൂരിറ്റി. വൈകാരിക പക്വത വേണം. പ്രതിസന്ധികളെയും ഭാരങ്ങളെയും ഒക്കെ തരണം ചെയ്യാനുള്ള പാകത വേണം. നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ദൈവമേ ഈ കുഞ്ഞുങ്ങൾക്ക് പരിപാകത കൊടുക്കണമേ എന്ന്. പരിപാകത, പക്വത. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവന് പെട്ടിയെടുത്ത് ടാറ്റ പറഞ്ഞ് ബൈ 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 പറഞ്ഞ് പോകുന്നതല്ല കുടുംബജീവിതം. അതൊരു വലിയ ഉടമ്പടിയാണ്. ദൈവവുമായുള്ള ഉടമ്പടിയാണ്, സഭയോടുള്ള ഉടമ്പടിയാണ്, അന്യോന്യമുള്ള ഉടമ്പടിയാണ്, കുടുംബങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. വിവാഹബന്ധം ഇടവകൾ തമ്മിലുള്ള ഉടമ്പടി കൂടിയാണ്. ആ ഉടമ്പടി ബന്ധത്തിൽ നാം വിശ്വസ്തത കാണിക്കണം, വഞ്ചന കാണിക്കരുത്. നാം വിശ്വസ്തരായിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കണം. വിശ്വാസ്യതയുണ്ടാകണം, ക്രെഡിബിലിറ്റി ഉണ്ടാകണം. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിൻ്റെ അഭാവം ഒത്തിരി കാണുന്നുണ്ട് നാം. തത്വചിന്തകൾ പറയുക എന്നുള്ളതല്ല മതം, അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സർഗാത്മകതയ്ക്ക് ശരിയായ വികസനം വേണം. ദുരുപയോഗപ്പെടുത്തരുതേ. സമയവും കഴിവും താലന്തുകളും ദുരുപയോഗപ്പെടുത്തുവാനിടയാകരുത്. പാകത. നമ്മൾ IQ എന്ന് പറയും. നമുക്കൊക്കെ IQ ആവശ്യമാണെന്ന് പറയും, വർദ്ധിപ്പിക്കണമെന്ന് പറയും. ഇന്റലിജൻസ് കോഷ്യന്റ്, ബുദ്ധിപരമായ വൈഭവം നമുക്ക് വേണം. ഇമോഷണൽ കോഷ്യന്റ് EQ വേണം. സ്പിരിച്വൽ കോഷ്യന്റ് SQ വേണം. ആത്മീയമായ അടിത്തറ ഉണ്ടെങ്കിലേ പരിപാകത ഉണ്ടാകത്തുള്ളൂ, ക്ഷമയും സഹനശക്തിയും ഉണ്ടാകും. രോഗങ്ങളായാലും പ്രതിസന്ധികളായാലും കഷ്ടതകളായാലും വേദനകളായാലും നഷ്ടങ്ങളായാലും ഇല്ലായ്മകളായാലും അത് ദൈവാശ്രയത്തോടെ അഭിമുഖീകരിക്കാനുള്ള, നേരിടാനുള്ള പരിപാകത നമുക്ക് വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്നും അമിത മോഹങ്ങൾ നമുക്ക് പാടില്ല. നാട്ടിൻപുറങ്ങളിൽ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ കണ്ടും മാമ്പൂ കണ്ടും അഹങ്കരിക്കരുത്. ദൈവം തന്നെങ്കിലുണ്ട്.
നമ്മുടെ ഭാഗത്തുള്ള ഒരുക്കം, ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവകൃപ എന്നൊരു വശമുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ. ആ ദൈവകൃപയാണ് പ്രധാനം. ഈ പ്രപഞ്ചത്തെയും നിലനിർത്തുന്ന ദൈവകൃപയാണ്. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ അറിവ് പരിഹാരമല്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പരിഹാരമല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവകൃപയുടെ വശമുണ്ട്. ഇന്നത്തെ പത്രത്തിൽ നമ്മുടെ നാട്ടിലെ വരൾച്ചയെക്കുറിച്ചുള്ള അവലോകനങ്ങളുണ്ട്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള വളർച്ച, റിസർവോയറുകൾ വറ്റുന്നു, അണക്കെട്ടുകൾ വെള്ളമില്ലാതാകുന്നു, ഊർജ പ്രതിസന്ധി, അതോടൊപ്പം തന്നെ ഡീസലിന്റെ വിലക്കയറ്റം, പെട്രോളിന്റെ വിലക്കയറ്റം, ഊർജം കുറയുന്നു, വിദേശക്കടം പെരുകുന്നു, നികുതികൾ പെരുകുന്നു, ശ്വാസം മുട്ടുകയാണ്. പല രീതിയിൽ മനുഷ്യൻ ശ്വാസം മുട്ടുകയാണ്. അതിൻ്റെ നടുവിൽ നമുക്ക് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഉണ്ടാകണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണം ആവശ്യമാണ്. കടമകൾ നിർവഹിക്കണം, മുൻകരുതൽ ആവശ്യമാണ്, ഒരുക്കം ആവശ്യമാണ്. ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ആധ്യാത്മിക പെരുമാറ്റ ചട്ടങ്ങൾ ആവശ്യമാണ്. ബുദ്ധിയിൽ മാത്രം വളർന്നാൽ പോരാ, ഭക്തിയിലും വളരണം. ആധ്യാത്മിക അടിത്തറ ഉണ്ടാകണം വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനുമൊക്കെ. ഒരു ഭവനത്തിൻ്റെ ഉറപ്പ് പരിശോധിക്കുന്ന എപ്പോഴാണ്? കാറ്റടിക്കുമ്പോഴാണ്. കാറ്റത്ത് വീഴുന്നില്ല എങ്കിൽ ഉറച്ച കെട്ടിടമാണ് നമ്മൾ പറയും. പ്രലോഭനങ്ങൾ വീണു പോകുന്നില്ല എങ്കിൽ ഉറച്ച വ്യക്തിത്വമാണ്, ആത്മീയ പുഷ്ടിയുള്ള വ്യക്തിത്വമാണ്. ആ ആത്മീയ പുഷ്ടി, നല്ല അടിത്തറ, ആധ്യാത്മിക അടിത്തറ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭകൾക്കും രാജ്യങ്ങൾക്കും ആവശ്യമാണ്. ഭൗതിക പുരോഗതി മാത്രം പോരാ, ആധ്യാത്മിക അടിത്തറ വേണം. അതിന് ദൈവത്തിന്റെ സന്ദേശങ്ങൾ സ്വീകരിക്കണം, അവയോട് ഭംഗിയായി പ്രതികരിക്കണം. 3 നോമ്പിന് പ്രത്യേകം ധ്യാന വിഷയമാക്കുന്ന യോനായെ പോലെ അകന്നു പോകാൻ പാടില്ല. നിനിവയിലേക്ക് പോകേണ്ടതിന് പകരം തെസ്സലോനിക്കയിലേക്ക് പോകാൻ പാടില്ല, തർശീശിലേക്ക് പോകാൻ പാടില്ല, തിന്മയിലേക്ക് പോകാൻ പാടില്ല. തർശീശിലേക്കുള്ള കപ്പൽ റെഡിയായി കിടക്കുകയാണ്. പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, NOC വേണ്ട, ഒന്നും വേണ്ട, അങ്ങോട്ട് കയറി ഇരുന്നാൽ മതി. തർശീശിലേക്കുള്ള കപ്പൽ. തിന്മയിലേക്കുള്ള കപ്പൽ ലഭ്യത കൂടുതലാണ്, അവൈലബിലിറ്റി. പാപത്തിന് അവൈലബിലിറ്റി, ലഭ്യത ഇന്ന് കൂടുതലാണ്. പ്രലോഭനങ്ങൾക്ക് ലഭ്യത കൂടുതലാണ്. അതിൽ വീണുപോകാനിടയാകരുത്. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ആധ്യാത്മിക അടിത്തറ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അമിതമോഹങ്ങൾ, പക്വതയില്ലായ്മ, ദുർബല ചിന്തകൾ, നിരാശയുടെ അനുഭവം, കുത്തഴിഞ്ഞ ജീവിതം, ധാർമ്മികതയില്ലാത്ത ജീവിതം, പ്രത്യാശയില്ലാത്ത ജീവിതം, ഇതൊക്കെ നാശത്തിലേക്ക് നയിക്കും. കടപുഴകി വീഴാനിടയാകും. കാതൽ ദ്രവിച്ചതാണെങ്കിൽ മരം കടപുഴകി വീഴും. അകം ദ്രവിച്ചതാണെങ്കിൽ ആത്മീകമായി ദ്രവിച്ചു പോകരുത്. ആത്മഹത്യക്കുള്ള കാരണങ്ങളും പ്രതിവിധികളും അനേകർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിവിധികളായിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചന സന്ദേശങ്ങൾ ഗ്രഹിക്കണം, ദൈവവചനം ധ്യാനിക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം എല്ലാ ദിവസവും. നിരാശയുടെ പ്രധാനപ്പെട്ട കാരണം തിരുവചനങ്ങൾ അവഗണിക്കുന്നു എന്നുള്ളതാണ്.
ദൈവത്തിൻ്റെ ശബ്ദം, ദൈവവചനം നാം അവഗണിക്കുന്നു എന്നുള്ളതാണ്. പാടില്ല. ദൈവവചനം മുറുകെ പിടിക്കണം, ധ്യാനിക്കണം, അതിൻ്റെ മാധുര്യം അനുഭവിക്കണം. വൈകാരിക പക്വത ആർജിക്കണം തിരുവചനത്തിലൂടെ, ധ്യാനത്തിലൂടെ. മെഡിറ്റേഷൻ, സൈലന്റ് മെഡിറ്റേഷൻ. എല്ലാ ദിവസവും നമുക്ക് ധ്യാനം ആവശ്യമാണ്. നിശബ്ദ ധ്യാനം, വചനം ധ്യാനിക്കണം, ദൈവവചനത്തിലുള്ള സംഭവങ്ങൾ ധ്യാനിക്കണം, കർത്താവിൻ്റെ സന്ദേശങ്ങൾ ഗ്രഹിക്കണം, ധ്യാനിക്കണം, മനനം ചെയ്യണം, ഉപനയനം ചെയ്യണം, സാധനയുണ്ടാകണം, ഹൃദയത്തെ ഒരുക്കണം. മഹാന്മാരുടെയും വിശുദ്ധരുടെയും ചരിത്രങ്ങൾ ഉൾക്കൊള്ളണം. നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു ആധ്യാത്മിക ലൈബ്രറി ഉണ്ടാകണം എല്ലാ ഭവനങ്ങളിലും. ആത്മീയ മൂല്യങ്ങൾ പകർന്നു തരുന്ന നല്ല നല്ല പുസ്തകങ്ങൾ ശേഖരിക്കണം. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. ആധ്യാത്മിക സംഘടനകളും നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യണം, പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യണം. നല്ല മൂല്യങ്ങൾ പകർന്നു തരുന്ന ഗ്രന്ഥങ്ങൾ, കൃതികൾ, മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ, പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും അവർ എങ്ങനെ തരണം ചെയ്തു, ദൈവവചനത്തെ അവരെങ്ങനെ ഉപയോഗപ്പെടുത്തി, ഓരോ ദിവസത്തെയും അവരുടെ ജീവിതത്തിന്റെ മാതൃക എന്താണ്, അവരെങ്ങനെ ജീവിച്ചു, എന്ത് സംസാരിച്ചു, പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിച്ചു, പൈശാചിക ശക്തികളെ, സാത്താനെ എങ്ങനെ അകറ്റി. നമ്മുടെ പിതാക്കന്മാർ പറയും, പിശാച് നമ്മെ കൊള്ളയടിക്കാതിരിപ്പാൻ ദൈവവചനം ധ്യാനിക്കുക, യാമപ്രാർത്ഥനകൾ ചെയ്യുക. ദൈവവചനം ധ്യാനിക്കുക, യാമപ്രാർത്ഥനകൾ പിശാചിനെ അകറ്റാൻ സഹായിക്കും. തിരുവചന ധ്യാനം, നിരന്തരമായ പ്രാർത്ഥന, സിമ്പിൾ പ്രെയർ, നിരന്തരമായ പ്രാർത്ഥന ഉരുവിടുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ, സഹായിക്കണമേ, തെറ്റുകൾ പൊറുക്കണമേ, ക്ഷമിക്കണമേ. നിരന്തരമായ പ്രാർത്ഥനകൾ, ലഘു പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതുപോലെ കായികാധ്വാനം, അധ്വാനവും ആരാധനയാണ്. നമ്മുടെ സമയവും കഴിവും താലന്തുകളും ഉപയോഗപ്പെടുത്തി അധ്വാനിക്കണം. മണ്ണിൻ വിളവുകൾ പുറപ്പെടുവിക്കണം. അധ്വാനിച്ച് മണ്ണിൻ വിളവുകൾ സമൂഹത്തിൻ്റെതാക്കി തീർക്കണം, പങ്കിടണം, വിഭവങ്ങൾ പങ്കിടണം, വിഭവങ്ങൾ ഉത്പാദിപ്പിക്കണം. അതും ആരാധനയാണ്. വിഭവങ്ങൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളതും പങ്കിടുക എന്നുള്ളതും ആരാധനയുടെ ഭാഗമാണ്. അധ്വാനവും ആരാധനയാണ്. വിയർപ്പോടെ അപ്പം ഭക്ഷിക്കുന്ന വചനം പഠിപ്പിക്കുന്നത്, കർത്താവ് പഠിപ്പിക്കുന്നത്. സാന്ത്വനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളണം. ദൈവികമായ ധൈര്യം വേണം, സഹനശക്തി വേണം, പക്വത വേണം, ക്ഷമ വേണം. ധാർമ്മികത കൈവിടരുതേ, മ്ലേച്ഛതയ്ക്ക് കൂട്ടുനിൽക്കരുതേ, ഒരു തരത്തിലുമുള്ള മ്ലേച്ഛതകൾക്ക് കൂട്ടുനിൽക്കരുതേ. ദൈവം സ്നേഹമാണ്, ദൈവം നീതിമാൻ കൂടിയാണ്. ശിക്ഷ കൂടി നൽകുമെന്ന് നാം ഓർക്കണം. ശിക്ഷയിൽ കൂടി രക്ഷയിലേക്ക് നയിക്കുന്നവനാണ് ദൈവം. തെറ്റുകൾക്ക് ശിക്ഷയുണ്ടെന്നുള്ള കാര്യം ഈ തലമുറ മറന്നു പോകരുത്, അവഗണിക്കരുത് ആ സന്ദേശം. ഉടമ്പടി ലംഘിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. കൊള്ളരായ്മയ്ക്ക് കൂട്ടുനിന്നാൽ നാശമാണ് ഫലം. ദുരന്തം വരുത്തിവെച്ച മനുഷ്യനെ കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കാം. ദുരന്തം വരുത്തിവെച്ച സിമ്രി. നിരാശയുടെ അനുഭവങ്ങൾ, ആത്മഹത്യയുടെ അനുഭവങ്ങൾ, അതിന് കാരണങ്ങൾ, പ്രതിവിധികൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. ഇനിയും ദുരന്തം വരുത്തിവെച്ച സിമ്രിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
നിങ്ങൾ വീട്ടിൽ പോയി 1 രാജാക്കന്മാർ 16-ാം അധ്യായം ഒന്ന് വായിക്കണം. ആ ഭാഗത്ത് വിശദമായി പറയുന്നുണ്ട് സിമ്രിയുടെ കഥ. ഇസ്രയേൽ രാജാവായിരുന്നു ഏല രാജാവ്. അയാളുടെ ഭൃത്യനായിരുന്നു സിമ്രി. ഏല രാജാവിന്റെ ഭൃത്യനായിരുന്നു സിമ്രി. ആ രാജാവ് ഭൃത്യനെ സഹായിച്ചു. ബൈബിൾ പറയുന്നത് പകുതി രഥങ്ങളുടെയും അധിപതിയാക്കിയെന്നാണ്. സഹായിച്ചു, കൈപിടിച്ചുയർത്തി, പകുതി രഥങ്ങളുടെയും അധിപതിയാക്കി. പക്ഷെ എന്ത് ചെയ്തു ആ സിമ്രി? ആരാണോ തന്നെ സഹായിച്ചത്, ആരാണോ തന്നെ കൈപിടിച്ചുയർത്തിയത്, ആ മനുഷ്യന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. തന്നെ കൈപിടിച്ചുയർത്തിയ സഹായിച്ച ഏല രാജാവിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി സിമ്രി. ഇന്ന് ലോകത്ത് കാണുന്ന കാര്യമാണ് അട്ടിമറികൾ. മുൻ ഭരണാധികാരിയെ അട്ടിമറിച്ച് അടുത്തയാൾ ഭരണാധികാരിയാകും. എതിർക്കുന്നവരെ ജയിലിൽ പിടിച്ചിടുന്നു. ന്യായവും നീതിയും ഒക്കെ നശിപ്പിക്കുന്നു. ധാർമ്മികത ഇല്ലാതാകുന്നു. എതിരാളികളെ ഏത് മാർഗത്തിലും നശിപ്പിക്കാനുള്ള പ്രവണത നമ്മുടെ മനസ്സിലും അല്പസ്വല്പമൊക്കെ ഉണ്ട് കേട്ടോ. മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള പ്രവണത, മറ്റുള്ളവർക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള പ്രവണത, നാവുകൊണ്ട് കുത്തിവേദനിപ്പിക്കാനുള്ള പ്രവണത. അപ്പോൾ ഏല രാജാവിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി സിമ്രി. ബൈബിൾ പറയുന്നു, മദ്യപിച്ച് ലക്കില്ലാതിരുന്ന രാജാവിനെ സിമ്രി വെട്ടിക്കൊന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? സ്വയം രാജാവായി പ്രഖ്യാപിച്ചു. പഴയ രാജാവിനെ വെട്ടിക്കൊന്നിട്ട് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചു. നമുക്കാരെയും നശിപ്പിക്കാനോ ശപിക്കാനോ അധികാരമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ശപിക്കാനുള്ളവരാകരുത്, നശിപ്പിക്കാനുള്ളവരാകരുത്, അനുഗ്രഹിക്കാനുള്ളവരാകണം. ജീവനെ പരിപോഷിപ്പിക്കാനുള്ളവരാണ് നാം. ജീവനെ നശിപ്പിക്കരുത്, ജീവനെ പരിപോഷിപ്പിക്കണം. ക്രിസ്തീയ സഭ ഭ്രൂണഹത്യക്കെതിരാണ്. എന്തുകൊണ്ടാണ്? ദൈവം നൽകുന്ന ജീവനെ നശിപ്പിക്കാൻ മനുഷ്യന് അവകാശമില്ല. ജീവനെ നശിപ്പിക്കരുത്, ജീവനെ പരിപോഷിപ്പിക്കണം. മദ്യപിച്ച് ലക്കില്ലാതിരുന്ന രാജാവിനെ സിമ്രി വെട്ടിക്കൊന്നു, സ്വയം രാജാവായി പ്രഖ്യാപിച്ചു, മുൻ രാജവംശത്തെ മുഴുവൻ നശിപ്പിച്ചു. ഇന്ന് എല്ലാ രംഗങ്ങളിലും, സാമൂഹിക, സാംസ്കാരിക, മതരംഗങ്ങളിലൊക്കെ ഈ അടിച്ചമർത്തലുകൾ കാണുന്നുണ്ട്, നശിപ്പിക്കാനുള്ള പ്രവണതകൾ കാണുന്നുണ്ട്. എനിക്കെതിരാണ് അയാൾ, അയാളെ ഇളാക്കിയാൽ എൻ്റെ ഭാഗം റെഡിയാണല്ലോ, എനിക്കാരും എതിരാളിയില്ലല്ലോ. എല്ലാ രംഗങ്ങളിലും അതാണ്. ഞാൻ ഉയരണം, എല്ലാവരും താഴണം, നശിക്കണം. അടിച്ചമർത്തിക്കൊണ്ട് ഉയരുന്ന അനുഭവങ്ങൾ എല്ലാ രംഗങ്ങളിലുമുണ്ട്. പരസ്പരം സ്നേഹിച്ച്, ബഹുമാനിച്ച്, അവസരങ്ങൾ കൊടുത്ത്, പ്രോത്സാഹിപ്പിച്ച് ജീവിക്കണം. നാം പ്രോത്സാഹനം പകർന്നു കൊടുക്കേണ്ടവരാണ്, കൈപിടിച്ചുയർത്തേണ്ടവരാണ്, ആശ്വസിപ്പിക്കേണ്ടവരാണ്, സാന്ത്വനം പകർന്നു കൊടുക്കേണ്ടവരാണ്, നശിപ്പിക്കേണ്ടവരല്ല. മുൻ രാജവംശത്തെ മുഴുവൻ നശിപ്പിച്ചു. ബൈബിൾ പറയുന്നു, സിമ്രി 7 ദിവസം രാജാവായി വാണു. പിന്നീട് സൈന്യം ഒന്നിച്ചുകൂടി ഒമ്രി എന്നൊരു മനുഷ്യനെ രാജാവാക്കി. സൈന്യം ഒന്നിച്ചുകൂടി ഒമ്രി എന്ന മനുഷ്യനെ രാജാവാക്കി. ബൈബിൾ പറയുന്നു, ഒമ്രിയുമായുള്ള യുദ്ധത്തിൽ തോൽക്കുമെന്നായപ്പോൾ സിമ്രി രാജധാനിയുടെ ഉൾമുറിയിൽ കയറി ജീവനൊടുക്കി, ആത്മഹത്യ ചെയ്തു.
ഒമ്രിയുമായുള്ള യുദ്ധത്തിൽ തോൽക്കുമെന്നായപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കയറി ജീവനെ വെടിഞ്ഞ സിമ്രി എന്ന രാജാവിനെ കുറിച്ചാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ഇതിൽ നിന്ന് 7 ഗുണപാഠങ്ങൾ നാം പഠിക്കണം. സിമ്രിയുടെ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ട 7 ഗുണപാഠങ്ങൾ വളരെ ചുരുക്കമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. 1, അധികാരങ്ങൾ മാറി മറിയും, കസേരകൾ ഇളകും, സിംഹാസനങ്ങൾ ഇളകും, ഇതൊക്കെ മാറി മറിയും. നാം മനസ്സിലാക്കണം മനുഷ്യന്റെ പരിമിതി. അധികാരങ്ങൾ മാറി മറിയും. നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എത്രയോ രാജ്യങ്ങളിൽ മുൻ ഭരണാധികാരികൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. മുൻ ഭരണാധികാരികൾ കോടതികൾ വരാന്തയിൽ നിൽക്കുകയാണ്, വിസ്താരങ്ങളിലാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർ, തനിക്കെതിരായിരുന്നവരെ കൊന്നൊടുക്കിയവർ, അനേകം രാജ്യങ്ങളിൽ അനേകരെ കൊന്നൊടുക്കിയതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലാണ് മുൻ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഏകഛത്രാധിപകളായി ജീവിച്ചവരുമൊക്കെ. ചരിത്രം ആവർത്തിക്കുകയാണ്. സിമ്രിയുടെ ചരിത്രം ഇന്നും ആവർത്തിക്കുകയാണ് വിവിധ രംഗങ്ങളിൽ. അധികാരങ്ങൾ മാറി മറിയും, കസേരകൾ ഇളകും. നാം മനസ്സിലാക്കണം, ചേഞ്ച്, മാറ്റം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമല്ലേ, ഇതൊക്കെ മാറി മറിയും. 2, അധികാരത്തിന്റെ മത്തുപിടിച്ച് അഹങ്കരിക്കരുത്. അധികാരങ്ങൾ ദൈവദത്തമാണ് ശരിയായി ഉപയോഗിച്ചാൽ. മുമ്പേ ഞാൻ പറഞ്ഞു, നമ്മുടെ സർഗാത്മകതയെ, ക്രിയേറ്റിവിറ്റി, നമ്മുടെ സർഗാത്മകതയെ ശരിയായി ഉപയോഗിച്ചാൽ, ശരിയായി വികസിപ്പിച്ചാൽ അധികാരങ്ങൾ ദൈവദത്തമാണ്, അനുഗ്രഹമാണ്, നന്മയ്ക്കാണ്. അധികാരത്തിന്റെ മത്തുപിടിച്ച് അഹങ്കരിച്ചാൽ നാശമാണ് ഫലം. അധികാരത്തിന്റെ മത്തുപിടിച്ച് അഹങ്കരിക്കരുത് എല്ലാ രംഗങ്ങളിലും. ഇപ്പൊ കുടുംബം പരസ്പരം അധികാരത്തിന്റെ മത്തുപയോഗിക്കുകയല്ല വേണ്ടത്, സ്നേഹമാണ് നമ്മുടെ ആയുധം. സ്നേഹത്തിന്റെ മത്ത് പിടിക്കുക. സ്നേഹം, നിർവ്യാജ സ്നേഹം. ക്രിസ്തീയ സ്നേഹം എന്താണ്? ലവിങ് ദ അൺലവബിൾ. സ്നേഹിക്കാൻ ഒക്കാത്തതിനെയും സ്നേഹിക്കുകയാണ് ക്രിസ്തീയ സ്നേഹം. നമ്മെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുകയാണ് ക്രിസ്തീയ സ്നേഹം. പ്രത്യുപകാരം ചെയ്യുവാൻ നിവൃത്തിയില്ലാത്തവർക്ക് സഹായഹസ്തം നീട്ടുകയാണ് ക്രിസ്തീയ സ്നേഹം. അധികാരത്തിന്റെ മത്തുപിടിച്ച് അഹങ്കരിക്കരുത്. ഈ അഹങ്കാര മനോഭാവം നമ്മിലൊക്കെ ഉണ്ടാകാം, ആത്മീയ രംഗങ്ങളിലും ഉണ്ടാകാം. ആത്മീയ അഹംഭാവവും പാടില്ല. സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയും. ചില വലിയ മനുഷ്യരെ വീഴ്ത്തിയിട്ടുണ്ട് സ്പിരിച്വൽ പ്രൈഡ്. ആത്മീയ അഹങ്കാരം പാടില്ല. ലൗകിക നേട്ടങ്ങളിലുള്ള അഹങ്കാരവും പാടില്ല. ദൈവം തമ്പുരാൻ കൃപകൾ ചൊരിയുമ്പോൾ നാം കൂടുതൽ വിനയപ്പെടണം, കൂടുതൽ താഴണം, കൂടുതൽ കുനിയണം. കൂടുതൽ വിനയം വേണം പ്രിയപ്പെട്ടവരെ. ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. ആ വിനയത്തിന്റെ ആധ്യാത്മികതയാകണം, ജീവിത ശൈലിയാകണം. ലാളിത്യത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. അഹങ്കാരത്തിന്റെ സംസ്കാരം മാറണം, അടിച്ചമർത്തലിന്റെ സംസ്കാരം മാറണം. ലാളിത്യത്തിന്റെ സംസ്കാരം, വിശുദ്ധിയുടെ ലക്ഷണങ്ങളാണ് സിംപ്ലിസിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. സിംപ്ലിസിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ലാളിത്യം, ലഭ്യത, ഒരുമിച്ച് പങ്കിടൽ, സ്നേഹം പങ്കിടൽ, കൂട്ടായ്മ, നല്ല കൂട്ടായ്മകൾ, പ്രാർത്ഥനയുടെ കൂട്ടായ്മകൾ, സഭയുടെ കൂട്ടായ്മകൾ. സഭയുടെ കൂട്ടായ്മ ദൃശ്യസഭയുടെയും അദൃശ്യ സഭയുടെയും കൂട്ടായ്മയാണ്. ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല സഭയുടെ കൂട്ടായ്മയുടെ അംഗം.
ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ് ക്രിസ്തീയ കൂട്ടായ്മ. The living people and the departed people come together to glorify God. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒന്നുചേരുകയാണ്. വാങ്ങിപ്പോയവരോടൊപ്പം ജീവനോടിരിക്കുന്നവരും ചേരുകയാണ്. സർവപ്രപഞ്ചത്തോടൊപ്പം നാം ഒന്നുചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഒന്നുചേർന്ന് ഒരു സമൂഹമായി, ഒരു കൂട്ടായ്മയായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അധികാരങ്ങൾ മാറി മറിയും, കസേരകൾ ഇളകും, സിംഹാസനങ്ങൾ ഇളകും. അധികാരത്തിന്റെ മത്തു പിടിച്ച് അഹങ്കരിക്കരുത്. 3, ദൈവത്തോടും മനുഷ്യരോടും നന്ദികേട് കാണിക്കരുത്. നന്ദികേട് കാണിക്കരുത്. ദൈവത്തോടും മനുഷ്യരോടും നന്ദികേട് കാണിക്കരുത്. നാം നന്ദികേടിന്റെ പര്യായമാകരുത്. നാം എന്തുമാത്രം ദൈവത്തോട് കടം കൊടുക്കാനിരിക്കുന്നു, കടം കൊടുത്തു തീർക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ദൈവത്തോട്. നന്ദികേട് കാണിക്കരുത്. ദൈവത്തോടും മനുഷ്യരോടും നന്ദികേട് കാണിക്കരുത്. സിമ്രി തന്നെ കൈപിടിച്ചുയർത്തിയ രാജാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ വെട്ടിക്കൊന്നു. നന്ദികേട് കാണിക്കരുത് ആരോടും. 4, ധാർമ്മിക അധപ്പതനം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ഇന്ന് ഈ ലോകത്തിന്റെ ദുരന്തങ്ങൾക്കും കാരണം ധാർമ്മിക അധപ്പതനമാണ്. ഇമ്മൊറാലിറ്റി, അധാർമികത. ബൈബിൾ പറയുന്നു, കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഡിസ്യൂണിറ്റി, ഐക്യമില്ലായ്മ; ഇമ്മൊറാലിറ്റി, അധാർമികത; ലിറ്റിഗേഷൻ, വ്യവഹാരങ്ങൾ. അധാർമികത അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിലെ പ്രധാന പ്രശ്നങ്ങളാണ്. അധാർമികത എന്നും പത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പീഡനങ്ങളുടെ, അധാർമികതയുടെ, ദുഷിപ്പുകളുടെ, മ്ലേച്ഛതകളുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. അതിൻ്റെ 70% പ്രതിയും മദ്യമാണ്. ദുരന്തങ്ങളുടെ 3/4 മദ്യം മൂലമുള്ള ദുരന്തങ്ങളാണ്. സർക്കാരിന്റെ എക്സൈസ് വരുമാനം കുറയുമെന്നുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത്, എന്നൊക്കെ കൂട്ടു നിൽക്കുന്നേ. പ്രസ്താവനകളുണ്ട്, പ്രവൃത്തിയില്ല. മുക്കിന് ബാർ ലൈസൻസ് കൊടുക്കുന്നത്. ഇച്ഛാശക്തിയില്ല. ഭരണാധിപന്മാർക്ക് ഇച്ഛാശക്തി ഉണ്ടാകണം. അത് ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും സ്പിരിച്വൽ അതോറിറ്റി ഉണ്ടാകണം. ഇച്ഛാശക്തി, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, നിയന്ത്രിക്കുവാൻ, തിന്മയെ അകറ്റുവാൻ, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗപൂർവമായി പ്രവർത്തിക്കുവാൻ ഉള്ള ഇച്ഛാശക്തി. ധാർമ്മിക അധപ്പതനം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ജനങ്ങളെ നയിക്കേണ്ട ഏലാ രാജാവ് മദ്യപിച്ച് ലക്കില്ലാതെ കിടന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ദുരന്ത കാരണം. മദ്യം ഏറ്റവും വലിയ ദുരന്ത കാരണമാണ്. 1 കൊരിന്ത്യർ 6:10 മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശിക്കുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 28:3 എഫ്രൈമിലെ മദ്യപരുടെ അഹങ്കാരപൂർണമായ കിരീടം ചവിട്ടിമെതിക്കപ്പെടും. അഹങ്കാരപൂർണമായ കിരീടം ചവിട്ടിമെതിക്കപ്പെടും. നമ്മൾ ക്രൈസ്തവരും സ്വയപരിശോധന നടത്തണം. നമ്മുടെ ദേവാലയങ്ങളിലും കമ്മിറ്റികളിലും പള്ളിക്കമ്മിറ്റികളിലും യാതൊരു കാരണവശാലും മദ്യപാനികൾ പ്രവേശിക്കാൻ പാടില്ല. ആദിമസഭയിൽ മദ്യപാനികളും മറ്റ് ദുർമാർഗികളും പള്ളികളിൽ നേർച്ച കാഴ്ച കൊണ്ടുവന്നാൽ
നിരസിച്ചിരുന്നു. നിങ്ങളുടെ നേർച്ച വേണ്ട എന്ന് പറയാനുള്ള ധാർമ്മിക ശക്തി ആദിമസഭയ്ക്കുണ്ടായിരുന്നു. ദുർമാർഗത്തിലും വെറുക്കത്തിലും മദ്യപാനത്തിലും മ്ലേച്ഛതയിലും ജീവിക്കുന്നവർ പള്ളിയിൽ നേർച്ച കാഴ്ച കൊണ്ടുവന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് വരൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ശരിപ്പെടുത്തിയിട്ട് നേർച്ച കാഴ്ച അർപ്പിക്കൂ, ഇതെടുത്തുകൊണ്ടു പോകൂ എന്ന് പറയാനുള്ള ധാർമ്മിക ശക്തി, മോറൽ കറേജ് ആദിമസഭയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ സഭ തിരിച്ചെടുക്കണം. വി ഹാവ് ടു റീഗ്യാദർ ദ സ്പിരിച്വൽ എനർജി, the spiritual strength in all respects. ആ ധാർമ്മിക ശക്തി തിരിച്ചെടുക്കണം, തിരിച്ചുണ്ടാകണം. നമുക്ക് ആ പ്രചോദനമാകണം നമ്മുടെ പിതാക്കന്മാരുടെ സന്ദേശങ്ങളും ജീവിതവും. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ശൈലിയാണ്, നോട്ട് എ ബണ്ടിൽ ഓഫ് ഡോക്ട്രിൻസ്. തത്വങ്ങളുടെ പെരുപ്പമല്ല, ജീവിത ശൈലിയാണ്. ജീവിതം തന്നെ സുവിശേഷമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതമാണ് സുവിശേഷം. നമ്മുടെ ജീവിതം ശരിപ്പെടണം. നമ്മളിൽ നിന്ന് സ്പിരിച്വൽ എനർജി, പോസിറ്റീവ് എനർജി ഈ പ്രപഞ്ചത്തിലോട്ട് പ്രവഹിക്കണം. ഈ അന്തരീക്ഷത്തിലോട്ട് നമ്മിൽ നിന്ന് ഊർജം പ്രവഹിക്കണം. വിശുദ്ധിയുടെ ഊർജം, പ്രാർത്ഥന അനുഭവത്തിന്റെ ഊർജം, ധാർമ്മികതയുടെ ഊർജം, നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഊർജം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ബൈബിളിലെ വാക്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1-ാം വാക്യം. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 11-ാം വാക്യം. അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തിന്മയുടെ, ദുർമാർഗത്തിന്റെ, മ്ലേച്ഛതയുടെ ശൈലിയിൽ ജീവിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, അയ്യോ കഷ്ടം. നമ്മെക്കുറിച്ച് അങ്ങനെ പറയാനിടയാകരുത്. അയ്യോ കഷ്ടമെന്ന് പറയാനിടയാകരുത് പ്രിയപ്പെട്ടവരെ. സിമ്രിയുടെ ദുരന്തത്തിന്റെ ഗുണപാഠങ്ങൾ, അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അധികാരങ്ങൾ മാറി മറിയും, കസേരകൾ ഇളകും, അധികാരത്തിന്റെ മത്തു പിടിച്ച് അഹങ്കരിക്കരുത്, ദൈവത്തോടും മനുഷ്യരോടും നന്ദികേട് കാണിക്കരുത്. ധാർമ്മിക അധപ്പതനം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. വീണ്ടും നാം കാണുന്നു, കൊച്ചു തെറ്റുകൾ വലിയ തെറ്റിലേക്ക് നയിക്കുന്നു. കൊച്ചു തെറ്റുകൾ വലിയ തെറ്റുകളിലേക്ക് നയിക്കുന്നു. വിഷം ഒരു തുള്ളി മതി. ഒരു കിണറിലെ വെള്ളത്തിൽ ഒരു തുള്ളി വിഷം മതി മൊത്തം വിഷമാക്കാൻ. ഒരു കുടുംബത്തിലെ ശ്രദ്ധയില്ലാത്ത ഒരു വാക്കു മതി അത് മൊത്തം തകർന്നു പോകാൻ. ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും അല്ലാതെയുള്ള ഒരു സംഭവം മതി അതാകെ വിഷമാക്കി മാറ്റാൻ. വളരെ ജാഗ്രത വേണം, സൂക്ഷ്മത വേണം. കൊച്ചു തെറ്റുകൾ വലിയ തെറ്റിലേക്ക് നയിക്കുന്നു. വളഞ്ഞ മാർഗത്തിൽ കൂടി എന്തു നേടിയാലും ശാശ്വതമല്ല. സിമ്രി വളഞ്ഞ മാർഗത്തിൽ കൂടി രാജാവായി 7 ദിവസം വാണു. ബൈബിൾ പഠിപ്പിക്കുന്നു, വളഞ്ഞ മാർഗത്തിൽ കൂടി എന്തു നേടിയാലും ശാശ്വതമല്ല.
ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, കുടുങ്ങും. പല പ്രതികളും കുടുങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. എല്ലാ ദിവസവും കുടുങ്ങുന്ന പ്രതികൾ, തെറ്റിയിട്ട് കുടുങ്ങുന്ന വ്യക്തികൾ. ഏഴാമത്തെ സന്ദേശം, സത്യം ജയിക്കും, വഞ്ചനയും കാപട്യവും തോൽക്കും. ഒടുവിൽ ഒമ്രിയുമായുള്ള യുദ്ധത്തിൽ തോൽക്കുമെന്നായപ്പോൾ സിമ്രി രാജധാനിയുടെ ഉൾമുറിയിൽ കയറി രാജധാനിക്ക് തീവച്ച് സ്വയം ജീവനൊടുക്കി. തകർച്ചയാണ്, നാശമാണ്. സത്യം ജയിക്കും, വഞ്ചനയും കാപട്യവും തോൽക്കും. തെറ്റായ മാർഗത്തിൽ ജീവിച്ചാൽ, മ്ലേച്ഛതയിലും ദുർമാർഗത്തിലും അധർമ്മത്തിലും ജീവിച്ചാൽ വരാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ബോധ്യം കൊടുക്കണം. ആ ഭവിഷ്യത്തുകളെ കുറിച്ച്. കഞ്ചാവും മയക്കുമരുന്നും പുകവലിയും മദ്യപാനവും മറ്റേ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളും ഒക്കെ പിൻപറ്റുന്ന യുവജനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കുടുങ്ങും. ഇന്നത്തെ പത്രത്തിൽ കണ്ടല്ലോ, തിരുവനന്തപുരം അടുത്താണ്, എല്ലാവിധ സുരക്ഷിതത്വങ്ങളും ഉണ്ടായിട്ടും ഒരു വീട്ടിൽ കയറി മോഷണം നടത്തി 35 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു നടന്നു. ഒടുവിൽ കുടുങ്ങിയിരിക്കുക ആള്. ഫോട്ടോയിൽ അല്ലേ കുടുങ്ങി. തമ്പുരാന്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ, കർത്താവിന്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഈ ലോകത്തിലെ പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവ് കാണുന്നുണ്ട് ആ പ്രതിയെ, എല്ലാ പ്രതികളെയും. നമ്മുടെ തെറ്റുകളും. കുടുങ്ങും. ക്യാമറ ഇപ്പോൾ മുക്കിന് സ്പീഡ് പരിശോധിക്കുന്ന ക്യാമറ വർദ്ധിച്ചു വരികയാണ്. ഒരു പേടിയുണ്ട് ഇവർക്ക് ഉണ്ടാകണം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ. ലക്കിൻ ലഗാനമില്ലാതല്ലേ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ. പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുക, അലക്ഷ്യമായി അത് പ്രവർത്തിക്കുക, യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കാതിരിക്കുക, അപകടത്തിൽ ചാടുക, സ്പീഡ് കൂട്ടുക. നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ അപകടത്തിൽ ചാടും, കുടുങ്ങും. അത് ക്യാമറ പിടിക്കും. കർത്താവിന്റെ ക്യാമറയിൽ നമ്മൾ പ്രതികളാണെന്ന് ഓർക്കണം പല രീതിയിൽ. അതിന് പരിഹാരമായിട്ടാണ് നമ്മുടെ പശ്ചാത്താപം, അനുതാപം, തീരുമാനമെടുക്കൽ, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കൽ, പ്രായശ്ചിത്തം, പശ്ചാത്താപം, നുറുങ്ങിയ ഹൃദയം. യോന അനുതപിച്ചു. വഴിതെറ്റിപ്പോയെങ്കിലും അനുതപിച്ചു. ഒടുവിൽ നിനവയിലേക്ക് പോയി. മത്സ്യത്തിന്റെ വായിൽ നിന്ന് അവൻ കരയിലേക്ക് ഛർദ്ദിക്കപ്പെട്ടു എന്നൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ സമൂഹത്തിനും അനുതാപം, പശ്ചാത്താപം ഉണ്ടാണ്, ആഴമായ അനുതാപം. പുറമേ പോരാ, അകത്തോട്ട് ചെല്ലുന്ന അനുതാപം. അതെങ്ങനെയാണ്? ഒരു ഭക്തൻ പറയുന്നു, ഈ അനുതാപം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഡു സം സ്പെസിഫിക് ആക്ഷൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോടുള്ള നന്ദിയർപ്പണത്തിന്റെ സവിശേഷമായ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇന്ന് 22 ജനുവരി. ഇന്നത്തെ ദിവസം അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ദൈവനാമ മഹത്വത്തിനായി ചില കാര്യങ്ങൾ നാം ചെയ്തിരിക്കണം. ഓരോ ആഴ്ചയും അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ദൈവനാമ മഹത്വത്തിനായി ചില കാര്യങ്ങൾ നാം ചെയ്തിരിക്കണം. ഡു സം സ്പെസിഫിക് ആക്ഷൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എവറി ഡേ. നമ്മുടെ പശ്ചാത്താപം വാക്കുകൾ മാത്രം പോരാ, അതിന് പ്രവൃത്തി ആവശ്യമാണ്, തിരുത്തലുകൾ ആവശ്യമാണ്, തിരിച്ചറിവുകൾ ആവശ്യമാണ്, തിരുത്തലുകൾ
തിരുത്തലുകളും ആവശ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാകണം, തിരുത്തലുകൾ ഉണ്ടാകണം. നമ്മുടെ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ചില രോഗങ്ങൾ, ചില കഷ്ടതകൾ, ചില വേദനകൾ തിരിച്ചറിവിന് സഹായിക്കുന്ന അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധികൾ അവസരങ്ങളാക്കി എടുക്കണം. ഇംഗ്ലീഷിലൊരു ശൈലിയുണ്ട്, കോപ്പിംഗ് വിത്ത് ക്രൈസിസ്. പ്രതിസന്ധികളെ ഭംഗിയായി നേരിടണം, തരണം ചെയ്യണം, അത് അവസരങ്ങളാക്കി എടുക്കണം. തിരിച്ചറിവുകൾ ഉണ്ടാകണം. തിരിച്ചറിവുകൾ ഉണ്ടാകാനും അതനുസരിച്ചുള്ള തിരുത്തലുകൾ ഉണ്ടാകാനും പ്രതിസന്ധികൾ നമ്മെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ നമ്മെ സഹായിക്കണം. വാടിപ്പോകരുത്, തളർന്നു പോകരുത്. ആത്മഹത്യ അല്ല പ്രതിവിധി, പശ്ചാത്താപ മനസ്സാണ് പ്രതിവിധി. കണ്ണുനീരാണ് പ്രതിവിധി, അനുതാപമാണ്, ആത്മനൊമ്പരമാണ് പ്രതിവിധി. കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയാണ് കണ്ണുനീർ, അനുഗ്രഹത്തിന്റെ കണ്ണുനീർ. അതാണ് പ്രതിവിധി. പശ്ചാത്താപം, പ്രായശ്ചിത്തം, രൂപാന്തരം, മാനസാന്തരം, തെറ്റു തിരുത്തലാണ് പ്രതിവിധി. തെറ്റിനെക്കുറിച്ച് ബോധ്യമുണ്ടാവുക മാത്രമല്ല, തെറ്റ് തിരുത്തലാണ് പ്രതിവിധി. നമ്മുടെ ജീവിതത്തിലും തിരിച്ചറിവുകളും തിരുത്തലുകളും ഉണ്ടാകണം. വെട്ടിക്കളയേണ്ട ചില സ്വഭാവങ്ങൾ നമ്മിലുണ്ട്. ജീവിത ശൈലി, സംസാര ശൈലി, പെരുമാറ്റ ശൈലി, നമ്മിലുള്ള തെറ്റുകളെ കുറിച്ച് ബോധ്യം വരുവാൻ പ്രയാസമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യം വരുത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നാം പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരുത്തും. വെട്ടിക്കളയേണ്ട പല സ്വഭാവങ്ങൾ നമ്മിലുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ സിമ്രിയുടെ ദുരന്തത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ് ഇതുവരെ നാം കണ്ടത്. നാമും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം, പാഠങ്ങൾ പഠിക്കുന്നവരാകണം, തിരിച്ചറിവുകൾ ഉണ്ടാകണം, തിരുത്തലുകൾ ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. ചില സ്വഭാവങ്ങളും ജീവിത ശൈലിയും വെട്ടിക്കളയണം. എ ഹാർഡ് നോ ടു evil. തിന്മയോട് പൊരുത്തമില്ല. നോ നോ. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം. നമ്മളൊക്കെ ഭക്ഷണം ഉപേക്ഷിച്ച് നോമ്പ് നോക്കുന്നു, ഉപവസിക്കും. ആ ഉപവാസവും നോമ്പും പൂർണ്ണമാകുന്നത് തിരുത്തലുകൾ കൂടിയാണ്, തീരുമാനമെടുക്കൽ കൂടിയാണ്. കുർബാന ചൊല്ലൽ പൂർണ്ണമാകുന്നത് കുർബാന അനുഭവത്തോടു കൂടിയാണ്. തുയോബോ ഉണ്ടാകണം, കുർബാനയിൽ പങ്കെടുക്കണം, കുർബാന അനുഭവിക്കണം. ഈ തുയോബോ അല്ലെങ്കിൽ ഒരുക്ക ശുശ്രൂഷയാണ് നമ്മുടെ പശ്ചാത്താപം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ തുയോബോ, ഒരുക്ക ശുശ്രൂഷ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും ഈ ഒരുക്ക ശുശ്രൂഷ ഉണ്ടാകണം. ആത്മീയമായ ഒരുക്കം, പശ്ചാത്താപം, സ്വയപരിശോധന. എൻ്റെ പ്രസംഗത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ട് പുതിയ നിയമത്തിലുള്ള മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ജീവിതം അനുഗ്രഹമാക്കി തീർത്ത വ്യക്തി, കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച വ്യക്തി. നമുക്ക് പിന്തുടരുവാൻ ഗുണപാഠമായ വ്യക്തി, മാതൃകയായ വ്യക്തി. ക്രിസ്തീയ ജീവിതത്തിൽ മാതൃകയാണ് പ്രധാനം. To know is less important. To be is more important. ആയിത്തീരുക, മാതൃക,
മോഡൽസ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം മോഡൽസ് ആണോ? യഥാർത്ഥമായി ആണോ? ആകണം. നമ്മുടെ അയൽക്കാർ നമുക്ക് മാർക്കിട്ടാൽ എത്ര മാർക്ക് കിട്ടും? നമ്മുടെ അയൽക്കാർ നമുക്ക് മാർക്കിടുക, നമ്മുടെ ജീവിതത്തിന് എത്ര മാർക്ക് കിട്ടും? അയലത്തെ അപ്പച്ചന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ വ്യക്തി 2 വാക്ക് പറഞ്ഞു. ഈ അപ്പച്ചൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും പാട്ടുപാടുന്നതും കേട്ടാണ് ഞങ്ങൾ ഉണരുന്നതെന്ന്. ഞങ്ങൾ ഉണരുന്നത് ഈ അപ്പച്ചന്റെ പാട്ടും പ്രാർത്ഥനയും കേട്ടാണ്. അതാണ് സാക്ഷ്യം. അതാണ് ദൈവശാസ്ത്രം. തിയോളജി is not academic arrogance. It is cultic excellence. Academic excellence അല്ല, cultic excellence ആണ്. അക്കാദമിക് വൈദഗ്ധ്യമല്ല, അനുഷ്ഠാനങ്ങളുടെ പാരമ്യമാണ്. ആഴമായ ദൈവവിശ്വാസത്തോടുകൂടെയുള്ള അനുഷ്ഠാനങ്ങളുടെ പാരമ്യമാണ് ദൈവശാസ്ത്രം. പ്രിയപ്പെട്ടവരെ, മാതൃക, അനുഭവം, അത്ഭുത രൂപാന്തരം. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം 24-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം 24-ാം വാക്യം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്നറിയാം? അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. നാം മൂലം വളരെ പുരുഷാരം കർത്താവിനോട് ചേരണം. കർത്താവിനും മനുഷ്യർക്കും മുമ്പിൽ ഇടയിൽ മതിലാകരുത്, വാതിലടയ്ക്കുന്നവരാകരുത്, അകറ്റുന്നവരാകരുത്. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. ബർന്നബാസിനെ കുറിച്ചാണ് ഈ ഭാഗം. ബൈബിളിലെ സാക്ഷ്യമുള്ള ഒരു വ്യക്തിയാണ് ബർന്നബാസ്. നല്ലൊരു പേരാണ് അല്ലേ, ബർന്നബാസ്. അടുത്ത കാലത്ത് കാലം ചെയ്ത ഒരു തിരുമേനിയുടെ പേര് ബർന്നബാസ് എന്നാണ്. അഭിവന്യ ബർന്നബാസ് തിരുമേനി. ബർന്നബാസിന്റെ, ബൈബിൾ കാണുന്ന ബർന്നബാസിന്റെ 6 സവിശേഷതകൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം, ധ്യാനിക്കാം. കൃത്യം 12 മണിക്ക് ധ്യാനം അവസാനിക്കുകയും ചെയ്യും. 2ാമത്തെ ഭാഗമായ വേദഭാഗം, ബർന്നബാസിന്റെ അനുഭവം, ജീവിതം. 1, വിശ്വസ്തനായ പ്രബോധനപുത്രൻ. ബർന്നബാസിന്റെ വാക്കിന്റെ അർത്ഥം, ആ പേരിന്റെ അർത്ഥം പ്രബോധനപുത്രൻ എന്നാണ്. പ്രബോധനപുത്രൻ. കുപ്രോസ് ദ്വീപുകാരനായിരുന്നു ബർന്നബാസ്. പഴയ കുപ്രോസ്, ഇന്നത്തെ സൈപ്രസ്. കുപ്രോസ് ദ്വീപുകാരനായിരുന്നു ബർന്നബാസ്. ആദ്യ പേര് ജോസഫ് എന്നായിരുന്നു. ലേവ്യ ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു ബർന്നബാസ്. ഉണ്ടായിരുന്ന നിലം വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചയാളായിരുന്നു ബർന്നബാസ്. അനേകം കുടുംബങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രബോധനം കേട്ട്
ഉണ്ടായിരുന്ന വസ്തുവകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ച ഒരനുഭവം അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നുണ്ടല്ലോ. നിലം വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചവൻ ആയിരുന്നു ബർന്നബാസ്. ആ കുടുംബം സകലവും കർത്താവിൻ്റെ വേലയ്ക്ക് നൽകിയവനായിരുന്നു ബർന്നബാസ്. വിദേശ രാജ്യങ്ങളിൽ എനിക്ക് പരിചയമുള്ള ഒരു കാര്യമുണ്ട്. ഒരപ്പനും അമ്മയ്ക്കും 3 മക്കളുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് 4 ഭാഗിക്കും. 2 മക്കളുണ്ടെങ്കിൽ 3 ഭാഗിക്കും. ഒരാളെ ഉള്ളെങ്കിൽ 2 ഭാഗിക്കും. ആ 2ാമത്തെ ഭാഗം അല്ലെങ്കിൽ എക്സ്ട്രാ ഭാഗം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതൊരു നല്ല ഉദാഹരണമല്ലേ? നല്ല എക്സാമ്പിൾ അല്ലേ? നല്ല അനുഭവമല്ലേ? 2 മക്കളുണ്ടെങ്കിൽ 3 ഭാഗിക്കുക വിഭവങ്ങൾ, റിസോഴ്സസ്, നമ്മുടെ സ്വത്ത്. ഒരു ഭാഗം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല, മാറ്റി വെക്കുന്നില്ലെന്നല്ല, പക്ഷേ അതിലൊരു പങ്ക് സുവിശേഷ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവമഹത്വത്തിനായി, സാന്ത്വനം നൽകുന്നതിനായി, കാരുണ്യത്തിനായി ഉപയോഗിക്കണം. പങ്കിടണം, ഷെയറിങ്. അതുകൊണ്ട് ആത്മസന്തോഷമുണ്ടാകും, സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. മക്കളൊന്നും അതുകൊണ്ട് പിണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവരമുള്ള മക്കൾ, വിവേകമുള്ള മക്കൾ അത് പിണങ്ങത്തില്ല. എൻ്റെ അപ്പനും അമ്മയും ഒരു ഭാഗം കൂടി വെച്ചാൽ അത് നന്മ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വിവേകമുള്ള മക്കളൊന്നും പിണങ്ങത്തില്ല. എൻ്റെ പേര് ഇപ്പൊ എല്ലാ രീതിയിലും തുല്യതയൊക്കെ വരികയല്ലേ അല്ലേ? സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ കുറഞ്ഞു വരികയല്ലേ സമൂഹത്തിലല്ലേ? സ്ത്രീയും പുരുഷനും തുല്യനാണെന്നാണ് ബൈബിൾ പറയുന്നത്. ചില പ്രത്യേക കാര്യങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. ശാരീരിക വ്യത്യാസങ്ങളുണ്ട്, നിയോഗങ്ങൾ വ്യത്യാസമുണ്ട്. കർത്താവ് 12 അപ്പോസ്തലന്മാരെ 12 പുരുഷന്മാരെ എടുത്ത പ്രത്യേക നിയോഗത്തിന്. പക്ഷെ അപ്പോസ്തലന്മാരിൽ ഉയർന്ന സ്ഥാനം കന്യാമറിയാമിനുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അതാത് വലിയ സ്ഥാനങ്ങൾ കർത്താവ് നൽകുന്നുണ്ട്. അപ്പോസ്തലന്മാർക്ക് ഉയർന്ന സ്ഥാനമാണ് സഭയിൽ മാതാവിനുള്ളത്. എത്രയോ ദേവാലയങ്ങൾ വിശുദ്ധങ്ങളുടെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സെയിൻസ്. പുരുഷന്മാരുടെ പേരിൽ മാത്രമല്ല പള്ളികൾ സ്ഥാപിക്കുന്നത്, വിശുദ്ധരായ സ്ത്രീകളുടെ പേരിലും പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഉയർന്ന സ്ഥാനമാണ്. ആ തുല്യതയിൽ പങ്കിടുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായി മക്കൾക്ക് പങ്കിടുമ്പോൾ ഒന്നുകൂടി പങ്കിട്ട് അത് സഭയുടെ സുവിശേഷ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഏർപ്പാട് ചെയ്യണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രയോജനകരമായി തീരുവാൻ ഏർപ്പാട് ചെയ്യണം. ഒരാളെങ്കിലും, എന്നെ കേൾക്കുന്നതിൽ ഒരാളെങ്കിലും അതുമൂലം അനേകർക്ക് സാന്ത്വനം ലഭിക്കണം, ആശ്വാസം ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, ബർന്നബാസ് പ്രബോധനപുത്രൻ എന്ന പേരിന്റെ അർത്ഥം കുപ്രോസ് ദ്വീപുകാരൻ, ആദ്യ പേര് ജോസഫ്, ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവൻ, നിലം വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചവൻ, സകലവും കർത്താവിന്റെ വേലയ്ക്ക് നൽകിയവൻ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 36-37 വാക്യങ്ങൾ നാം വായിക്കും. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്നു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു.
ബൈബിളിലെ മാതൃകകളാണ്. അതാണ് ബർന്നബാസ്. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചവനാണ്. വിശ്വസ്തനായ പ്രബോധന പുത്രൻ. രണ്ടാമത്, ദൈവ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ബർന്നബാസ്. ജീവിതം ഒരു നിയോഗമാണ്, ഒരു ദൈവ വിളിയാണ്. ഓരോ കാര്യവും, കുടുംബജീവിതം ഒരു ദൈവ വിളിയാണ്. ഇറ്റ്സ് എ വൊക്കേഷൻ. ഈ പൗരോഹിത്യ വിളി മാത്രമല്ല ദൈവ വിളി എന്ന് പറയുന്നത് കേട്ടോ. ഓരോരുത്തരുടെയും പ്രവർത്തന മണ്ഡലങ്ങളും ദൈവ വിളിയാണ്, ദൈവ നിയോഗമാണ്. അപ്പോസ്തലപ്രവൃത്തി 13:1-2 വാക്യങ്ങൾ നാം വായിക്കും. ബർന്നബാസ്, നീഗർ, ലുക്യോസ്, മനായേൽ, ശൗൽ, അങ്ങനെയുള്ളവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കളുമായിരുന്നു പറയുന്നത്. ആ കൂട്ടത്തിൽ ബർന്നബാസും ഉണ്ട്. അവൻ പ്രവാചകനും ഉപദേഷ്ടാവുമായിരുന്നു. പ്രവാചകൻ, ഭാവിയെക്കുറിച്ച് ദർശനമുള്ളവൻ, ദൈവഹിതം ജനങ്ങളെ അറിയിക്കുന്നവൻ, ജനങ്ങളുടെ പ്രതിനിധിയായി ദൈവത്തോട് സംസാരിക്കുന്നവൻ, ദീർഘ വീക്ഷണമുള്ളവൻ, ജനങ്ങളെ ദൈവ ഇഷ്ടം അറിയിക്കുന്നവൻ, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നവൻ, കാവൽക്കാരൻ, ദേശത്തിന്റെ കാവൽക്കാരൻ. പല വിശേഷണങ്ങൾ ബൈബിളിൽ നാം കാണുന്നുണ്ട് പ്രവാചകന്മാരെ പറ്റി. ദൂതൻ, മധ്യസ്ഥൻ, പരീക്ഷകനും മാറ്റിനോക്കുന്നവനും, മധ്യവർത്തി, അങ്ങനെ പേരുകൾ കാണുന്നു. പ്രവാചകനും ഉപദേഷ്ടാവുമായിരുന്നു. നമ്മുടെയും നിയോഗം, ഡെപ്യൂട്ടേഷൻ, അതിനുവേണ്ടിയാണ് നിയോഗം. പ്രവാചകന്മാരായി ജീവിപ്പാൻ, പ്രവാചികമാരായി ജീവിപ്പാൻ, ഉപദേഷ്ടാക്കളായി ജീവിപ്പാൻ, നല്ല പ്രബോധനങ്ങൾ കൊടുക്കാൻ, ഈ തലമുറയ്ക്ക് നല്ല പ്രബോധനങ്ങൾ നൽകുവാൻ, നല്ല ഉപദേശങ്ങൾ നൽകുവാൻ, ആവശ്യമായ ആധ്യാത്മിക സന്ദേശങ്ങൾ പകർന്നു നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. മുതിർന്നവർ വളരുന്ന തലമുറയ്ക്ക് നല്ല പ്രബോധനങ്ങൾ നൽകണം, ജീവിത മാതൃകയിലൂടെയും ഉപദേശങ്ങളിലൂടെയും സാക്ഷ്യത്തിലൂടെയും. 13-ാം അധ്യായം 2-ാം വാക്യം, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അവരൊക്കെ ആരാധനയിലും ഉപവാസത്തിലും ഉറ്റിരിക്കുന്നവരായിരുന്നു. ആരാധനയിലും ഉപവാസത്തിലും ഉറ്റിരിക്കുക. അതിലൊന്നും പിശുക്ക് കാണിക്കരുത് കേട്ടോ. മുന്നേറണം, ആരാധനയിൽ മുന്നേറണം. ആരാധന മൂലം, പ്രാർത്ഥന മൂലം നമ്മുടെ തേജസ് വർദ്ധിക്കുകയാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുകയാണ് നാം. തേജസ് വർദ്ധിക്കുന്നു, സൗന്ദര്യം വർദ്ധിക്കുന്നു, അഴക് വർദ്ധിക്കുന്നു. ആരാധനയിലൂടെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നു. ഉപവാസം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നല്ലതാണ് പ്രിയപ്പെട്ടവരെ, നല്ലതാണ്. ഉപവാസം നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഉപവസിക്കണം. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ സിസ്റ്റം ക്രമീകരിക്കുവാൻ സഹായിക്കും അത്. എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ് നമ്മുടെ ഈ ശരീരം. എത്രമാത്രം അവയവങ്ങൾ ഏതെല്ലാം രീതിയിൽ അത്ഭുതകരമായി ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരം. ഇടയ്ക്കൊക്കെ വിശ്രമം കൊടുക്കണം. ആമാശയത്തിന് സർവീസ് ചെയ്യിക്കണം. കാർ വാങ്ങിച്ചാൽ സർവീസ് ചെയ്യിക്കണ്ടേ? ഈ പുതിയ പുതിയ കാറുകൾ വാങ്ങിക്കുന്നവർ 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 6 മാസത്തിലൊരിക്കൽ, 1 വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യിക്കണ്ടേ? ഇല്ലെങ്കിൽ കേടാവും.
ഓട്ടം നിൽക്കും. സർവീസ് ചെയ്യിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സർവീസ് ചെയ്യിക്കുകയാണ് നമ്മൾ ഉപവാസത്തിലൂടെ. സർവീസിങ് ആവശ്യമാണ്, അതിനുള്ള പാക്കേജ് ആവശ്യമാണ്. സർവീസിങ്ങിനൊരു പാക്കേജ് ഉണ്ട്. സ്പിരിച്വൽ കോഡ് ഓഫ് കോണ്ടക്ട്, ആധ്യാത്മിക പെരുമാറ്റ ചട്ടങ്ങൾ ഈ സർവീസിംഗ് ആണ്. വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിനും സർവീസിങ് ആവശ്യമാണ്. ഓയിൽ ഒഴിക്കണം, യന്ത്രങ്ങൾ പരിശോധിക്കണം, മിനുക്കണം, തേച്ച് മിനുക്കണം, തുരുമ്പൊക്കെ മാറ്റണം. തുരുമ്പ് പിടിക്കുന്ന അനുഭവങ്ങളുണ്ട്. മോഹങ്ങളും അഭിലാഷങ്ങളും തിരുത്തണം. ക്ലീനിങ്, വൃത്തിയാക്കൽ പ്രക്രിയ, കഴുകി വെടിപ്പാക്കുന്ന പ്രക്രിയ, മനോഹരമാക്കുന്ന പ്രക്രിയ, നിരന്തരം ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ ജീവിതത്തെ മനോഹരമാക്കണം. കുടുംബാംഗങ്ങളുടെ ഐക്യം, ദൃഢത, ഇങ്ങനെയുള്ള നിഷ്ഠകളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഇടയ്ക്കൊക്കെ ഉപവസിക്കണം. ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഫാസ്റ്റിംഗ്. അതിന് പകരം നമ്മൾ ഫീസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് ഫീസ്റ്റിംഗ് ഉണ്ട്, ഫാസ്റ്റിംഗ് ഇല്ല. ഫാസ്റ്റിംഗ്, ഉപവാസം സർവീസിംഗ് ആണ്. ചില വ്യക്തികളെയും വിഷയങ്ങളെ ഓർത്ത് ഉപവസിക്കണം. ചിലർ പറയും, എത്ര ഉപദേശിച്ചിട്ട് നന്നാകുന്നില്ല, വീണ്ടും വീണ്ടും മദ്യപാനത്തിലേക്ക് പോകുന്നു, ദുർമാർഗത്തിലേക്ക് പോകുന്നു, തെറ്റുകൾ ആവർത്തിക്കുന്നു. കുടുംബമായി ആ വ്യക്തികളെ ഓർത്ത് ഉപവസിച്ചാട്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാട്ട് അതിനൊക്കെ വലിയ ഫലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളത് വിശ്വസിക്കണം. വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന ഫലിക്കും. വിശ്വാസത്തോടും ഒരുക്കത്തോടും കൂടെയുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന തിയോളജി ഓഫ് കൺവീനിയൻസ് ആകരുത്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയുള്ളതാകരുത്. ത്യജിച്ചിട്ട് വേണം പ്രാർത്ഥന. സൂക്ഷ്മമായി ജീവിതം ക്രമീകരിക്കണം, ഒരുക്കണം, ആത്മനിയന്ത്രണം ഉണ്ടാകണം. സുബോധമുള്ള സമൂഹത്തിനു വേണ്ടിയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്ന് പറയാറുണ്ട്. നല്ല ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടിയാണ് ദൈവവചനം. ദൈവവചനം അർത്ഥവത്താകണമെങ്കിൽ ഹൃദയം ഒരുക്കമുള്ളതാകണം. ഉപവാസവും ഫലവത്താകണമെങ്കിൽ ഒരുക്കത്തോടെ വേണം, പൂർണ്ണ വിശ്വാസത്തോടെ വേണം, പൂർണ്ണ സമർപ്പണത്തോടെ വേണം. ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയാകരുത്, പ്രായിക്കൊണ്ടാകരുത്. പൂർണ്ണ സന്തോഷത്തോടെ, മനസ്സോടെ കുടുംബമായിട്ട് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അതിനൊക്കെ വലിയ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഹാസ് ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ്. നീണ്ടു നിൽക്കുന്ന ഫലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ സമൂഹം ആഗ്രഹിക്കുന്നത് ഷോർട്ട് കോഴ്സാണ്, ഷോർട്ട് കട്ടാണ്, ഇല്ലേ? എളുപ്പ വഴികളാണ്, ഫാസ്റ്റ് ഫുഡാണ്. ഇന്ന് ഫാസ്റ്റ് ഫുഡ് തിയോളജി ഉണ്ട്. ഇന്ന് ഈ ആത്മീയ രംഗത്തെ പുതിയ പ്രവണതകളൊക്കെ ഫാസ്റ്റ് ഫുഡ് തിയോളജിയാണ്. അവിടെയൊക്കെ അപകടം പതിയിരിക്കുന്നുണ്ട്. വികാരം പ്രധാനമായി തീർന്നു ജീവിതം. ബൈബിളിലെ ആധ്യാത്മിക ജീവിതം ഭക്തജീവിതമാണ്, വിവേകത്തിന്റെ ജീവിതമാണ്, വികാരത്തിന്റെ ജീവിതമല്ല, വിവേകമാണ്. അവിടെ ക്ഷമയും സഹനശക്തിയും പക്വതയുമാണ്. പല ഈണത്തിലും പല രാഗത്തിലും ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുന്ന ഇമ്പകരമായ ആരാധനാ രീതിയാണ് ബൈബിളിന്റെ ആരാധനാ രീതി. പിതാക്കന്മാർ നിർദ്ദേശിച്ച മനോഹരമായ ആരാധനാ സംവിധാനങ്ങൾ,
അതിലൊക്കെ ഫലമുണ്ട് പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊക്കെ മനോഹരമാക്കണം. എത്ര സൂക്ഷ്മതയോടെ ഓരോരുത്തരെ മുറിയൊക്കെ വൃത്തിയാക്കുന്നതില്ലേ, അടുക്കി പറക്കുന്നതൊക്കെ ഇല്ലേ. ആധ്യാത്മിക ജീവിതത്തിന് വളരെ സൂക്ഷ്മത വേണം പ്രിയപ്പെട്ടവരെ. ജീവിതം ഒരു യാത്രയാണ്, ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനത്തിൽ എടുക്കേണ്ടതൊക്കെ എടുക്കണം, മറന്നു പോകരുത്. ഉപവാസവും പ്രാർത്ഥനയും നോമ്പുമെല്ലാം അർത്ഥവത്താണ്, സഹായകരമാണ്. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിയെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഈ പരുമലപ്പള്ളിയിലിരുന്ന് ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനായി വേർതിരിക്കപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെടുക, കർത്താവിനായി ദൈവമഹത്വത്തിനായി ജീവിതം വേർതിരിക്കപ്പെടുക. ഇനിയുള്ള നമ്മുടെ ആയുഷ്കാലം ജീവിതം കർത്താവിനായി വേർതിരിക്കപ്പെടുക. അവന്റെ മഹത്വം, അവന്റെ രാജ്യം, അവനാണ് നമ്മുടെ ഉടമസ്ഥൻ, അവനാണ് നമ്മുടെ സർവസ്വവും. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. ക്രിസ്തുവിനെ കൂടാതെ ജീവനില്ല, ജീവിതമില്ല. ക്രിസ്തുവിനെ കൂടാതെ എന്താണ് നമുക്കുള്ളത്? പരാജയപ്പെടും. ക്രിസ്തുവിനെ കൂടാതെയുള്ള, ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങൾ, യാത്രകൾ പരാജയപ്പെടും. അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. സഭയാണ് അവരെ കൈവച്ച് പറഞ്ഞയച്ചത്. തോന്നി പോലെ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. സഭയാണ് അവരെ പറഞ്ഞയക്കുന്നത്, കൈവച്ച് അധികാരപ്പെടുത്തി പറഞ്ഞയക്കുന്നത്. അല്ല, കുത്തഴിഞ്ഞു പോകുന്നതല്ല ക്രിസ്തീയ പ്രവർത്തനങ്ങളും ജീവിതവും കൂട്ടായ്മകളും. സഭയാണ് നിയന്ത്രിക്കുന്നത്, സഭയുടെ നാമത്തിലാണ്, സഭയുടെ നിയോഗമാണ്, തോന്നിയ പോലല്ല. ബർന്നബാസുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ നാം കണ്ടു. 1, വിശ്വസ്തനായ പ്രബോധന പുത്രൻ. 2, ദൈവവേലയ്ക്കു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവൻ. 3, ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നവൻ. ആരാധനയുടെയും ഉപവാസത്തിന്റെയും പ്രാധാന്യമാണ് ആ ഭാഗത്ത് നമ്മൾ കണ്ടത്. ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നവൻ. 4, പ്രശസ്തിയും ബഹുമാനവും ആഗ്രഹിക്കാത്തവൻ. ബർന്നബാസിനെ കുറിച്ച് പറയുക, പ്രശസ്തിയും ബഹുമാനവും ആഗ്രഹിക്കാത്തവൻ. ഇന്നത്തെ തലമുറയെ കുറിച്ച് പറയും, ക്രേവിംഗ് ഫോർ പബ്ലിസിറ്റി. എല്ലാം പരസ്യത്തിന് വേണ്ടിയാണ്. ഓരോ പത്രത്തിനും 40-50 കൊച്ചു പതിപ്പുകളുണ്ട്, പ്രാദേശിക പതിപ്പുകളുണ്ട്. ആ ഒരു പതിപ്പിൽ ഒരാളുടെ പേര് വരാൻ കാട്ടിക്കൂട്ടുന്ന ബഹളങ്ങൾ, മനുഷ്യരാശി പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ, സ്വയപ്രശംസയ്ക്കു വേണ്ടിയും പ്രശസ്തിക്കും ബഹുമാനം ആർജിക്കുന്നതിനു വേണ്ടിയും കാണിക്കുന്ന വൈകൃതങ്ങൾ, perversions in life. പൗലോസിന്റെ മിഷണറി യാത്രയിൽ കൂട്ടാളിയായിരുന്നു ബർന്നബാസ്. പ്രശസ്തിയും ബഹുമാനവും ഒന്നും ആഗ്രഹിച്ചില്ല. താൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് സ്വയം ക്രെഡിറ്റ് എടുത്തില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തന ശൈലി അതായിരുന്നു. അവർ സ്വയം അതിൻ്റെ മഹത്വം ഏറ്റെടുത്തില്ല, ക്രെഡിറ്റ് സ്വയം എടുത്തില്ല. ഇന്നത്തെ പബ്ലിസിറ്റി മാനിയ ലജ്ജാകരമായ പല കാര്യങ്ങളുമാണ്.
ഈ സമൂഹത്തിൽ നാം കാണുന്നത്. പ്രശസ്തിയും ബഹുമാനവും ആഗ്രഹിക്കാത്തവൻ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് മിഷണറി യാത്രയിൽ, പൗലോസിന്റെ മിഷണറി യാത്രയിൽ കൂട്ടാളിയായ ബർന്നബാസിനെ നാം കണ്ടുമുട്ടുന്നത്. ലുസ്ത്രയിൽ മുടന്തനെ സൗഖ്യമാക്കി പൗലോസ്. ജനങ്ങൾ പൗലോസിനെയും ബർന്നബാസിനെയും ദേവന്മാരായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങി. ബർന്നബാസിനെ ഇന്ദ്രൻ എന്ന് വിളിച്ചു. ദൈവനാമത്തിൽ അവർ നിർവഹിച്ച സൗഖ്യദാന പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങൾ അവരെ ദേവന്മാർക്ക് തുല്യം ആരാധിക്കാൻ തുടങ്ങി. ബർന്നബാസിനെ ഇന്ദ്രൻ എന്ന് വിളിച്ചു, പൗലോസിനെ ബുധനെന്ന് വിളിച്ചു. പൂമാലകൾ അർപ്പിച്ച് യാഗം കഴിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ച് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. പ്രിയപ്പെട്ടവരെ, വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുക. വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുക. അപ്പൊ ഇതൊക്കെ ഒത്തിരി വ്യർത്ഥകാര്യങ്ങളാണ് മനുഷ്യൻ ഏർപ്പെടുന്നത്. പ്രശസ്തിക്ക് വേണ്ടി, സുഖത്തിനു വേണ്ടി, പ്രചരണങ്ങൾ, പബ്ലിസിറ്റി മാനിയ, ആളുകളുടെ മുമ്പായി വിളങ്ങുന്നതിനു വേണ്ടി. ഈ സ്വയം പ്രശംസയും ഒക്കെ വ്യർത്ഥകാര്യങ്ങളായിട്ട് പറയുകയാണ് ബൈബിളിൽ. ഇന്ന് അനേകർ വ്യർത്ഥകാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. വ്യർത്ഥകാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും തലമുറയാണ്. നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. പ്രയോറിറ്റി, മുൻഗണന വ്യർത്ഥകാര്യങ്ങൾക്കായിത്തീരും. അഞ്ചാമത്തെ സന്ദേശം. നാലാമത്താണ് പ്രശസ്തിയും ബഹുമാനവും ആഗ്രഹിക്കാത്ത ബർന്നബാസ്. 5, മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ച് വീണ്ടും സഹകരിച്ചവൻ. മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ച് വീണ്ടും സഹകരിച്ചവർ. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നാം അത് കാണുന്നുണ്ട്. ഈ നമ്മുടെ മനസ്സ് റഫാണെങ്കിൽ, പരുഷമാണെങ്കിൽ, പരിവരുത്താണെങ്കിൽ ക്ഷമിക്കാൻ വലിയ പ്രയാസമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ ചിലരോട് നാം ക്ഷമിക്കണം, ചിലരോട് നാം ക്ഷമ ചോദിക്കണം. ഇത് രണ്ടുമുണ്ട് ജീവിതത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചിലരോട് ക്ഷമിക്കണം, ചിലരോട് ക്ഷമ ചോദിക്കണം. ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കിയേ. നമ്മളെ ഉപദ്രവിച്ചവർ കാണും, സഹായിക്കേണ്ടപ്പോൾ സഹായിക്കാതിരുന്നവർ കാണും, ആക്ഷേപിച്ചവർ കാണും, നിന്ദിച്ചവർ കാണും, പരിഹസിച്ചവർ കാണും, കുടുക്കിയവർ കാണും, നമുക്ക് വിരോധമായി സംസാരിച്ചവർ കാണും, പരദൂഷണം പറഞ്ഞുണ്ടാക്കിയവർ കാണും, നമ്മുടെ സാധ്യതകളെ കെടുത്തിക്കളഞ്ഞവർ കാണും. നമുക്ക് ഈ 3 നോമ്പ് ദിവസം നമുക്ക് ക്ഷമിക്കാം. നമ്മൾ ക്ഷമിച്ചില്ല പിന്നെ ആരാണ് ക്ഷമിക്കുന്നത്?
ചിലരോട് നാം ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ജീവിത പങ്കാളിയോട് ക്ഷമിക്കാം. ആരും പെർഫെക്റ്റ് അല്ലല്ലോ. എല്ലാ ബലത്തോടുകൂടിയും ബലഹീനതയോടുകൂടിയുമാണ് കൂട്ടിയോജിപ്പിക്കപ്പെടുന്നത് കുടുംബമായിട്ട്. വിത്ത് ഓൾ പ്ലസ് ആൻഡ് മൈനസ്. 100% പെർഫെക്റ്റ് ആരുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്കവരോട് ക്ഷമിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓർക്കുകയാണ്, റഷ്യയിൽ ഒരു സമരം നടന്നു, വലിയ സമരം. തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചു. പണ്ടത്തെ കാര്യം. എങ്ങനെയാ അവർ സമരം പ്രഖ്യാപിച്ചേ? ഇരട്ടി പണി ചെയ്തുകൊണ്ട് സമരം പ്രഖ്യാപിച്ചു, പ്രതിഷേധം അറിയിച്ചു. ആ തൊഴിലാളികൾ ഖനിത്തൊഴിലാളികളാണ്, കൂടുതൽ ഖനികൾ പ്രവർത്തിക്കുന്നവർ. ഇരട്ടി പണി ചെയ്തുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു. ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇരട്ടി സ്നേഹിച്ചുകൊണ്ട്, ഇരട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. നാം ചിലരോട് ക്ഷമിക്കണം. ശാന്തമായി, മനസ്സ് ശാന്തമാക്കി ധ്യാനിച്ചാട്ട് ഞാൻ ചിലരോട് ക്ഷമിക്കണമല്ലോ. നമുക്ക് ആത്മാർത്ഥമായി ക്ഷമിക്കാം. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ആത്മാർത്ഥമായി സ്നേഹിക്കാം. ചിലരോട് നാം ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. നാം മൂലം ചിലർക്കൊക്കെ അനർത്ഥം ഉണ്ടായിട്ടുണ്ട്. നാം മൂലം ചിലർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പാപം 2 രീതിയിലുണ്ടല്ലോ, സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. ചെയ്യുന്ന കാര്യങ്ങൾ പാപമാണ്, തെറ്റ് കാര്യങ്ങൾ. കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത് മൂലം ചിലരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. നാം സഹായിക്കാതിരുന്നിട്ടുണ്ട്. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആക്ഷേപിച്ചിട്ടുണ്ടാകാം. നാം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം. കോപം കൊണ്ട് ജ്വലിച്ചിട്ടുണ്ടാകാം. കോപം പാപത്തെ പ്രസവിക്കുന്നു എന്നാണല്ലോ പറയാറുള്ളത്. നമുക്ക് ക്ഷമിക്കാം. ചിലരോട് നാം ക്ഷമ ചോദിക്കണം, ചിലരോട് നാം ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ച് വീണ്ടും സഹകരിച്ചവനാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. തങ്ങളെ വിട്ടുപോയ മർക്കോസ് എന്ന യോഹന്നാനെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടു ബർന്നബാസ്. വിട്ടുപോയവനാണ് മർക്കോസ്, വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ക്ഷമിച്ച് വീണ്ടും സഹകരിപ്പാൻ ശ്രമിക്കുക. ക്ഷമിച്ച് സഹകരിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മടങ്ങി വരും, മാനസാന്തരപ്പെടും, ഹൃദയം കൊണ്ട് ആകർഷിക്കപ്പെടണം. ചിലർക്ക് വലിയ വിരുദാണ് വാക്കുകൊണ്ട്. ചില സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, വാക്കുകൊണ്ട് ആകർഷിക്കാൻ വലിയ മിടുക്കുള്ളവരാണ്. ഹൃദയം കൊണ്ട് ആകർഷിക്കാൻ ആത്മീയത എന്ന് പറയുന്നത്. ഭക്തിയിലൂടെ ആകർഷിക്കുക, പ്രാർത്ഥനയിലൂടെ ആകർഷിക്കുക. ഒരു കാന്ത ആകർഷിക്കുന്ന പോലെ ഹൃദയം കൊണ്ട് ആകർഷിക്കുക, പ്രാർത്ഥന കൊണ്ട് ആകർഷിക്കുക, സൽക്കർമ്മങ്ങൾ കൊണ്ട് ആകർഷിക്കുക, വ്യക്തിത്വം കൊണ്ട് ആകർഷിക്കുക, സേവന ശുശ്രൂഷ കൊണ്ട് ആകർഷിക്കുക. ഒരപ്പച്ചനും മകനും തമ്മിൽ പിണങ്ങിയ കഥ കേട്ടിട്ടുണ്ടേ. മകൻ പട്ടാളക്കാരനാണ്, അവധിക്ക് വന്നതാണ്, നാട്ടിൻപുറത്തുകാരനാണ് അപ്പച്ചൻ. ഏതോ പറഞ്ഞ് തമ്മിൽ ഉപയോഗിക്കേണ്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചു. രണ്ടുപേരും പറയേണ്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചു. കോപം കൊണ്ട് ജ്വലിച്ച് അപ്പനും മകൻ. രാത്രി ഉറക്കം കിട്ടുന്നില്ല, രണ്ടുപേർക്കും ഉറക്കം വരുന്നില്ല.
തൊട്ടടുത്ത മുറികളിലാണ് താമസിക്കുന്നത്, കിടക്കുന്നത്. തൊട്ടടുത്ത മുറിയിൽ ഒരു ശബ്ദം കേട്ട് ഉറങ്ങാൻ കിടക്കുക. അപ്പുറത്ത് മകനും ഇപ്പുറത്ത് അപ്പനും. മകൻ ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ പാതിരാത്രിയിൽ മകൻ്റെ പേര് വിളിച്ച് പൊട്ടിക്കരയാണ് അപ്പൻ. എൻ്റെ മകൻ പറയേണ്ടാത്ത എന്നോട് പറഞ്ഞു പോയി, ക്ഷമിക്കണവേ എന്നും പറഞ്ഞു. ഓടി അപ്പാന്ന് വിളിച്ച് ആലിംഗനം ചെയ്ത് നിരപ്പായ സംഭവം, ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ച് വീണ്ടും സഹകരിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ്, വലിയ മനസ്സാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ചുരുങ്ങിയ മനസ്സുകാരാണ്, സ്വാർത്ഥതയാണ്. വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം, കുറെ കൂടെ വിശാലമായ മനസ്സ്, സങ്കുചിത മനസ്സല്ല, വിശാലമായ മനസ്സ്. യോഹന്നാനെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. കപ്പൽ കയറി അവനെയും കൂട്ടി കുപ്രോസിലേക്ക് പോയി. അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ച് വീണ്ടും സഹകരിച്ച സംഭവങ്ങൾ ബർന്നബാസിന്റെ ജീവിതത്തിൽ ഉണ്ടായത് ബൈബിൾ പരാമർശിക്കുകയാണ്. ആറാമത്തെ കാര്യം കൂടെ പറഞ്ഞെന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും അവസരവും നൽകിയ ബർന്നബാസ്. മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും അവസരവും നൽകിയ ബർന്നബാസ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 43-ാം വാക്യം, 2-ാം ഭാഗം. പൗലോസും ബർന്നബാസ് അവരെ കുറിച്ച് പറയാൻ, അവർ അവരോട്, അവരോടെന്ന് പറയുന്നത് തങ്ങളെ അനുഗമിച്ചവരോട്. പൗലോസും ബർന്നബാസും അവരോട്, തങ്ങളെ അനുഗമിച്ചവരോട് സംസാരിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. അതാണ് ഈ പ്രോത്സാഹനം എന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, പ്രചോദിപ്പിക്കുക, പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുക, ഇൻസ്പിറേഷൻ, നന്മ ചെയ്യാനുള്ള, വിശുദ്ധിയിൽ വളരാനുള്ള പ്രചോദനം കൊടുക്കുക. ആ പ്രചോദനം നമ്മുടെ ജീവിതം മൂലം കൊടുക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ കർത്താവിനെ സാക്ഷിക്കുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കുകയും ചെയ്ത ബർന്നബാസിനെ കുറിച്ചാണ് നാം കേട്ടത്. ജീവിതത്തിൽ ദുരന്തം വരുത്തിവെച്ച ദുരന്ത കഥാപാത്രമാക്കി തീർന്ന സിമ്രിയെ കുറിച്ച് നാം കണ്ടു. ആ സംഭവത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നാം കണ്ടു. ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം പകർന്നു കൊടുത്ത, ക്രിസ്തീയ സാക്ഷ്യം ഫലപ്രദമായി നിർവഹിച്ച ബർന്നബാസിനെയും നാം കണ്ടു. അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ശ്രേഷ്ഠ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സമയത്തിനായി സ്തോത്രം, അവസരത്തിനായി സ്തോത്രം, ഈ വിശുദ്ധ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സർവസ്വവും അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നേ. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും കുടുംബവും ധനവും അറിവും ദൈവം തന്ന സർവ്വതും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും സർവ്വവും കർത്താവിന് മുമ്പാകെ സമർപ്പിക്കുന്നേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങൾക്ക് സമാധാനം തന്നാട്ടെ, ഞങ്ങൾക്ക് സൗഖ്യം തന്നാട്ടെ, തിരുവചനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കിയാട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തു പരിഹാരകനായിരിക്കണമേ. ഈ ദേശത്തോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സ്വർഗമാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുക്രിസ്തു പരിഹാരമാകണമേ. രോഗത്തിലും ഭാരത്തിലും ഞെരുക്കത്തിലും പ്രയാസങ്ങളുമായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. നിഷ്ഠകളിലൂടെ, ക്രമീകരണങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, പ്രാർത്ഥനാനുഭവത്തിലൂടെ, വിശുദ്ധിയിലുള്ള വളർച്ചയിലൂടെ, ദൈവീകരണ അനുഭവത്തിലൂടെ, തേജസ്കരണത്തിലൂടെ, നന്മയിലുള്ള വളർച്ചയിലൂടെ കർത്താവിനെ സാക്ഷിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. ചിന്തയാലോ വാക്കിനാലോ പ്രവർത്തനങ്ങളാലോ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അനേകരെ നിലനിർത്താനുള്ള പ്രചോദനം പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമേ. ഇരുട്ടിൻ്റെ ശക്തികൾ മാറി
സമാധാനത്തിൻ്റെ മാലാഖ വാഴുമാറാകണമേ, അധിവസിക്കുമാറാകണമേ. എല്ലാ തിന്മകളും പാപങ്ങളും മ്ലേച്ഛതകളും മുറുകെ പറ്റുന്ന ദുഷിപ്പുകളും ഞങ്ങളിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം ശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട് അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സഭയെ, എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാനായാതി മതസ്ഥരായി വിവിധ തത്വ സംഹിതകൾ വിശ്വസിക്കുന്നവരായി പിൻപറ്റുന്നവരായി ജീവിക്കുന്ന എല്ലാവരെയും കർത്താവ് ദൈവിക സ്നേഹത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതേ, നഷ്ടപ്പെട്ടു പോകരുതേ. യേശുക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനവും മഹത്വവും അങ്ങെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും അടിയങ്ങളെല്ലാവരുടെ മേലും, അടിയങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും, പ്രത്യേകമായി രോഗത്തിലും ഭാരത്തിലും ഞെരുക്കത്തിലും പ്രയാസങ്ങളുമായിരിക്കുന്ന എല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.